നമസ്കാരം. ബ്ലൂ സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ രണ്ട് വലിയ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് 2 ആഴ്ച കഴിഞ്ഞു. ഇപ്പോൾ CPMന് മറ്റൊരു അധികാര കേന്ദ്രം കൂടി രൂപപ്പെട്ടിരിക്കുന്നു, MA ബേബി. ഈ CPMന്റെ കാര്യമൊന്നും നമുക്ക് പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖറിലേക്ക് ഇപ്പോൾ CPMൽ എന്ത് CPMൽ സംഭവിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആകുക എന്നുള്ള പറയുന്നത് നമുക്ക് കേരളത്തെ സംബന്ധിച്ചൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഏതായാലും ഒരു പുതിയ അധികാര കേന്ദ്രം അവിടെ രൂപം കൊള്ളുന്നു എന്നുള്ളത് ഉറപ്പാണ്. MA ബേബിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേരളത്തിലെ മറ്റ് CPM നേതാക്കളെ അപേക്ഷിച്ച്. മറ്റു പലരും ഒന്ന് സൈദ്ധാന്തികം പറയും, അതല്ലെങ്കിൽ വെറും രാഷ്ട്രീയ കക്ഷികളൊക്കെ ആയിരിക്കും. പക്ഷേ MA ബേബി ഒരു സാംസ്കാരിക നായകൻ കൂടിയാണ്. അദ്ദേഹത്തിന് വേറെ ഒരുപാട് തലങ്ങളിൽ ബന്ധങ്ങളുള്ള, വേറെ ഒരുപാട് സ്വന്തമായിട്ടൊരു നിലപാടുള്ള അഡ്രസ്സൊക്കെ ഉള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരാൾ ആ പദവിയിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം MA ബേബി അവിടെ ഒരു പുതിയ അധികാര കേന്ദ്രം ഉണ്ടാകും. MA ബേബി ഒരിക്കലും MP പോകുന്ന മാസ്റ്റർ ആകില്ല. MA ബേബി അദ്ദേഹത്തിൻ്റെതായ നിലപാട് തന്നെ നിൽക്കും. അത് പിണറായിക്ക് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എനിക്ക് CPM നേതാക്കന്മാരിൽ ഏറ്റവും ആദ്യം പരിചയമുള്ള ഏറ്റവും മുതിർന്ന നേതാവ് ബേബിയാണ്. പിന്നെ KJ തോമസ് ആണ്. KJ തോമസിന് MLA ആയിരുന്നു, ദേശാഭിമാനി ജനറൽ മാനേജർ, സെക്രട്ടേറിയറ്റ് അംഗമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ദേശാഭിമാനി ജനറൽ മാനേജറാണ്. KJ തോമസ് കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയം പോലൊക്കെ എനിക്ക് പരിചയം, സൗമ്യനായ. പക്ഷേ ബേബിയാണ് എനിക്ക് ഏറ്റവും പരിചയമുള്ള CPMൻ്റെ ഒരു ഉന്നത നേതാവ്. ബേബി അങ്ങനെയാണ്. എൻ്റെ കോടപ്പുറക്കുത്തിൽ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ അവിടെ കയറി താമസത്തിന് ഞാൻ വിളിച്ച ഒരാൾ ബേബിയായിരുന്നു. എൻ്റെ ഗംഗോത്രി മടി കയറിയിരുന്നതൊക്കെ മീശ പിടിച്ച് വലിച്ചൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ദാടിയെ പിടിച്ച് വലിച്ച് ഓർക്കുന്നുണ്ട്. ലണ്ടനിൽ വെച്ച് ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന ചിത്രമൊക്കെ അന്ന് എടുത്തിട്ടുണ്ട് എൻ്റെ. അപ്പം വളരെ സ്വാത്വികനായ, വളരെ ഈ ആദർശനിഷ്ഠയുള്ള ഒരു മനുഷ്യനാണ് ബേബി. സൈദ്ധാന്തികമായ ഏത് വിഷയം അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളാണ്. അതേസമയം സ്വന്തം ഐഡന്റിറ്റി ഉണ്ട്. അതുകൊണ്ട് ഗോവിന്ദ മാഷെ പോലോ കോടിയേരി ബാലകൃഷ്ണനെ പോലോ പിണറായിക്ക് അത്ര എളുപ്പമായിരിക്കത്തില്ല. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, പിണറായിയുടെ കൂടി പിന്തുണയോടെയാണല്ലോ ബേബി ആയെന്നൊരു ചോദ്യമുണ്ടോ? പിണറായിയുടെ മുമ്പിൽ വേറെ വഴി ഉണ്ടായിരുന്നു, ഓപ്ഷൻ ഇല്ല. പിന്നെ രാഘവേലു എന്തുവാണ്, മഹാരാഷ്ട്ര ധാവള കടുംപിടുത്തക്കാരനാണ്. ഇവർ മനസ്സിലാക്കാത്ത കാര്യം, ഈ അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന CPM നേതാക്കളൊക്കെ സാത്വികരായിരിക്കും. അവർക്ക് വേണമെങ്കിൽ കോൺഗ്രസിലോ BJPയിലോ പോകാം. അത് ധാവളയാ, അല്ല വേറൊരാളാണ്. അപ്പൊ ധാവള ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ നിന്നോ അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്നോ ഒക്കെ CPMകാരായി സീനിയറായി ഈ പോളിറ്റ് ബ്യൂറോ വരെയോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി വരെ എത്തുന്ന ആളുകളെന്ന് പറഞ്ഞാൽ അവർ 100% സത്യസന്ധരായിരിക്കും. വളരെ സിമ്പിൾ ജീവിതമുള്ള മനുഷ്യരായിരിക്കും. ജീവിതത്തിന്റെ ആൾ അല്ലെങ്കിൽ അവർക്ക് കോൺഗ്രസോ BJPക്ക് ഉണ്ടല്ലോ, അതെ, അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടി ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇവരുടെ അടുത്ത് ഇവിടുത്തെ അഭ്യാസമൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് പുള്ളിക്ക് മനസ്സിലായി ബേബിയാണ് തമ്മിൽ ഭേദമെന്ന് പിണറായിക്ക് മനസ്സിലായി. കാരണം ഈ പറയുന്ന കയ്യിൽ നിൽക്കാത്ത ആരെങ്കിലും പോയി ചുമതല ഏക്കുന്നേക്കാൾ സേഫ്റ്റി ഒരിക്കലും പിടിയിടാത്ത ഒരാളെ കാണുന്നത് കുറച്ചൊരു അക്സസ് ഉള്ള ഒരാൾ അങ്ങനെ ആക്കിയത്. പക്ഷേ അത്ര എളുപ്പമായിരിക്കില്ല. എൻ്റെ ഉദാഹരണമാണ്, പിണറായി വിജയനും തൻ്റെ അധികാരം മരുമകനിലേക്ക് കൈമാറാൻ ആഗ്രഹമുണ്ട്. അതിന് ഏറ്റവും നിർണായകമാണ് കേന്ദ്ര കമ്മിറ്റി അംഗത്വം എന്ന് പറഞ്ഞത്. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഉള്ളപ്പോൾ ഒരിക്കലും ഒരാൾ എടുക്കാൻ പറ്റില്ല. പക്ഷെ പിണറായിക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കാൻ പറ്റിയില്ല. ഗൗരിയമ്മ മുഖ്യമന്ത്രി ആകാതിരുന്ന പിന്നീട് പറഞ്ഞ ന്യായം ഇതായിരുന്നു, കേന്ദ്ര കമ്മിറ്റി ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരിക്കലും സാധ്യമല്ല. ഈ പറയുന്ന മുഹമ്മദ് റിയാസിന് പറ്റിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് CPM പാർട്ടിയുടെ ഒരു കൺട്രോൾ വീണ്ടും തിരിച്ചു കിട്ടും. കാരണം പുള്ളി ഇപ്പോൾ ഈ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ മാത്രമല്ല ഈ പാർട്ടി ഉള്ളൂ, ഫലത്തിൽ. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ തന്നെ ഭരണത്തിൽ ഇടപെടാനും സർക്കാർ നിയന്ത്രിക്കാനൊക്കെ ബേബിക്ക് കഴിഞ്ഞേക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഈ CPM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ ഇല്ലാതെ പോകേണ്ടതൊന്നല്ല. പക്ഷേ പിണറായിസവും അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ആലുകുലത്തുകളും അവസാനിക്കേണ്ടതാണ്. അല്ല, MA ബേബിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചുറ്റും നമ്മൾ കാണുന്ന സുഹൃത്തുക്കളൊക്കെ തന്നെ നമ്മളെ നല്ല വിവരമുള്ള ആളുകൾ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക അദ്ദേഹത്തിനുണ്ട്. നമുക്കത് പെട്ടെന്ന് പലപ്പോഴും നമ്മൾ MA ബേബിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ ചാത്തുണ്യ മാസ്റ്ററാണ്, CPM നേതാവായിരുന്നു. അദ്ദേഹം ഈ ബേബിയുടെ ആദ്യമ രൂപം എന്ന് പറയാനുള്ള ആളാണ്. സാംസ്കാരിക നായകനായിരുന്നു. ജനശക്തി ഫിലിംസ്, ദേവലോക സിനിമാക്കാനൊക്കെ ഉദ്ദേശിച്ച അതിൻ്റെ സ്ഥാപനമൊക്കെ അദ്ദേഹമായിരുന്നു. ഇങ്ങനെ ഒരുപാട് സാംസ്കാരിക നായകനായിരുന്നു. അദ്ദേഹത്തെ അവസാനം പാർട്ടി ചവിട്ടി ഭീകരമായി ഒതുക്കിക്കളഞ്ഞു. അദ്ദേഹത്തെ പാർട്ടി ഇല്ലായ്മ ചെയ്ത അവസ്ഥയിൽ വരെ എത്തിച്ചിരുന്നു. പക്ഷേ ബേബിയും ഒരുപക്ഷെ അന്ന് വളർന്നു വരുന്ന സമയത്ത് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു, ഇദ്ദേഹം ഒരു 2ാം ചാത്തുണ്യ മാസ്റ്റർ ആവോ, സാംസ്കാരിക ലെവലിലേക്ക് എത്തിയിരുന്നു. ചവിട്ടിയിരുന്നു. സ്വരലയുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ബേബിയുടെ കൊല്ലത്തെ തോൽവി
അതൊരു പരിധി വരെ പിണറായി അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള ഒരു പറച്ചിലുണ്ടായിരുന്നു. മാത്രം കുറച്ച് ദിവസം ബേബിൻ്റെ അസംബ്ലിയിൽ വന്നിട്ടില്ലായിരുന്നു ആ ദിവസം സമയത്ത് വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും CPM-ൽ വലിയൊരു വഴിത്തിരിവുണ്ടാവുമെന്നാണ് കരുതുന്നത്. പക്ഷെ അതിനേക്കാൾ വലിയ വഴിത്തിരിവ് രാജ്മോഹൻ BJP-യിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു നിശബ്ദ വിപ്ലവം BJP-യിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. രാജചന്ദ്രശേഖർ വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം ഞാനൊരു എൻ്റെ സുഹൃത്തിന് BJP നേതാവായിട്ട് സംസാരിക്കുന്നത് വലിയ നേതാവ് ഇടത്തരം അപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു ഇപ്പം നമുക്കൊരു സംസ്ഥാന നേതൃത്വം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിണറായിയുടെ മകൾക്ക് ആ കേസ് വന്നു, പിറ്റേന്ന് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും ജില്ലാ കമ്മിറ്റി പിന്നെ സമരം നടത്തണമെന്ന് വന്നു. അതുപോലെ ഓരോന്നിനും ഓരോ സംഭവം നോക്കണം കൃത്യമായ പ്രതികരണം എങ്ങനെ ചെയ്യണമെന്നുള്ള ഡയറക്ഷൻ കൃത്യമായിട്ട് വരുന്നുണ്ട്. ആ സർക്കുലർ വരുന്നുണ്ട്, ഭംഗിയായ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ പൊതുവെ BJP-ക്കാർ പോലും കരുതിയത് ഇയാൾക്ക് രാഷ്ട്രീയം അറിയത്തില്ല, ഇയാൾക്ക് നാട്ടുകാരോട് ബന്ധമില്ല, ഇയാൾക്ക് ജനങ്ങളുടെ പ്രശ്നം അറിയത്തില്ല, അതുകൊണ്ട് ഇയാൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തില്ല, മാത്രമല്ല താപ്പാനകളായ നേതാക്കന്മാരുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റും, കോടീശ്വരനായിപ്പോയി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ആ പശ്ചാത്തലം മാറുകയും ഇപ്പോഴത്തെ ഒരു 2 ആഴ്ച കൊണ്ട് സംഭവിച്ചിരിക്കുകയെന്ന് വെച്ചാൽ BJP-യിലെ ഗ്രൂപ്പ് വഴക്കില്ലാതായി. ഈ പദവിക്ക് വേണ്ടിയാണ് ഗ്രൂപ്പ് വഴി. അപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഈ ഗ്രൂപ്പ് വഴി അപ്പോൾ ആദ്യം ഇവർ ശ്രമിച്ചതും നേതൃത്വം കൊടുത്തും ഗ്രൂപ്പ് വഴി പദവി വീതിച്ചെടുക്കാനാണ്. എപ്പോഴും അങ്ങനെയുള്ള കോൺഗ്രസിലെ പോലെ സംഭവിക്കാറ്. പക്ഷേ പുള്ളി പൂർണ്ണമായും റിജക്റ്റ് ചെയ്തു. പുള്ളി വളരെ കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, ഗ്രൂപ്പ് ഞാൻ പരിഗണിക്കുന്നില്ല, പാർട്ടി മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. മെറിറ്റ്, ഈ മെറിറ്റ് നിങ്ങൾ ഏത് ഗ്രൂപ്പുകാരനാണെങ്കിലും നിങ്ങൾക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ ഏൽപ്പിക്കുന്ന പണി ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കും. ഇനി തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ പണി ചെയ്തില്ല നിങ്ങളെ മാറ്റും. വളരെ കൃത്യമായിട്ട്, അത് വളരെ കൃത്യമായ ഒരു കാര്യം. വളരെ കൃത്യമായിട്ട് മറ്റുള്ളവരുടെ വിഷയം സ്ഥാനം കിട്ടിയാൽ മതി, പിന്നെ പണിയെടുക്കണ്ട. ഇല്ല, ഇത് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്താ ചെയ്യുന്നത് വെച്ചാൽ പുള്ളി ആരുടെയും ഗ്രൂപ്പ് നോക്കുന്നില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് പുള്ളിയുടെ അടുത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് നിന്ന് ആളുകൾ വന്ന് പറയുന്നത് പിന്നെ മറ്റേ മുരളീധരൻ്റെ ആളാണ്, അല്ലെ കൃഷ്ണദാസിൻ്റെ ആളാണ്, അല്ലെ ശോഭാ സുരേന്ദ്രൻ്റെ ആളാണ്, പഴയ ഓർമ്മയില്ല. അതൊന്നും പുള്ളിക്ക് വിഷയമല്ല. നിങ്ങൾ ആരുടെ ആളാണോ എനിക്ക് വിഷയമല്ല, നിങ്ങൾ BJP-ക്കാരനാണ്, ഞാൻ BJP-യുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്, ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന പണി നിങ്ങൾ ചെയ്യണം. ഇതാണ്. അപ്പം ആദ്യം നമ്മളൊക്കെ കരുതിയ, ഞാനൊക്കെ ആശങ്കപ്പെട്ട ഒരു കാര്യം, ഈ ജില്ലാ പ്രസിഡന്റുമാരെ നേരത്തെ തിരഞ്ഞെടുത്തിരുന്നു. ഒരു ജില്ല ഇപ്പോൾ 2 ദിവസം ഉണ്ടാക്കുക വെച്ചാണ്. അതായത് ആകെയുള്ള 30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ. എനിക്ക് വന്ന് വയനാടോ കാസർഗോഡോ കണ്ട് മാത്രമേ ചെറിയ ജില്ലയ്ക്കുള്ളൂ. അപ്പം ഈ ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തിട്ട് ഇവരൊക്കെ മുമ്പ് വീതിച്ചെടുത്തവരാ. സുരേന്ദ്രൻ്റെ ആളുകളാണ് ഭൂരിപക്ഷവും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആളുകൾ വന്നാൽ എങ്ങനെ പറയും? ഇതൊന്നും പുള്ളി ഗൗനിച്ചേയില്ല. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ജില്ലാ പ്രസിഡന്റാണ്, BJP-യുടെ ജില്ലാ പ്രസിഡന്റാണ്, ഏൽപ്പിക്കുന്ന പണി ഇല്ലെങ്കിൽ മാറ്റും, ടാർഗറ്റ് ഇടുന്നു, ചെയ്യുക. അതാണ് വേണ്ടത് എല്ലാ പാർട്ടിയും. ഇത് മാത്രമല്ല, പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ പഴയ സംസ്ഥാന പ്രസിഡന്റുമാരുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പണി പത്രസമ്മേളനമായിരുന്നു. എവിടെ ചെന്നാലും പത്രക്കാരെ കാണും. എവിടെ ചെന്നാലും സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പത്തനംതിട്ട ചെന്നാലും ശരി, കോട്ടയത്ത് ചെന്നാലും ശരി, എവിടെ ചെന്ന് പത്രക്കാരെ സ്വന്തം ഗ്രൂപ്പുകാർ തലകയറ്റി ചുറ്റും നിൽക്കുകയും ചെയ്യും. ആരും കാണുന്നില്ല. പുള്ളി പത്രക്കാരെ കാണുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ പത്രക്കാർ പുള്ളിയെ കണ്ട അവർ ചോദിച്ച ഉത്തരം പറയും. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി കാണാൻ പോയപ്പോൾ വെള്ളാപ്പള്ളിയും തുഷാറും ഇദ്ദേഹം കൂടി ഇരുന്നപ്പോൾ സംസാരിച്ചു. അങ്ങനെ വന്നാൽ പറയും. അല്ലാതെ പത്രക്കാരെ നേരത്തെ വിളിച്ചുള്ള ഒരു പത്രക്കാരുടെ മുമ്പ് ഇങ്ങനെ നിവർന്ന് നിന്നിട്ടുള്ള ഊളത്തരം പറഞ്ഞിട്ട് പുള്ളിക്കില്ല. ഇവരൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇതിനു മുമ്പുള്ള പ്രസിഡന്റ് സുരേന്ദ്രൻ പ്രത്യേകിച്ച് എവിടെ ചെന്നാലും അവിടുത്തെ ആൾക്കാർ ഈ പത്രക്കാരെ വിളിച്ചു വരുത്തണമായിരുന്നു. ആ പരിപാടി പുള്ളിക്കില്ല. ഒരു പത്രക്കാരോടും പുള്ളി പത്രസമ്മേളനം നടത്തില്ല. അതേസമയം പത്രക്കാരുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ ജാട കാണിക്കുന്നില്ല. ചോദിച്ചാൽ ഉത്തരം കൃത്യമായിട്ട് പറയും, അത് വളരെ വ്യക്തമായി പറയും, ആവശ്യമില്ലാത്തൊരു പരിപാടി പറഞ്ഞിട്ട് അത് എന്നിട്ട് ഈ സംസ്ഥാന കമ്മിറ്റി കഴിയുമ്പോൾ അങ്ങനത്തെ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും പുള്ളി പറഞ്ഞു അതൊക്കെ ഇനിയിപ്പോൾ 4 ജനറൽ സെക്രട്ടറിമാർ വരുമല്ലോ, ഈ പാർട്ടിയുടെ ഔദ്യോഗിക അറിയിപ്പുകളും മറ്റും പത്രസമ്മേളനം നടത്തി പറയണമെന്ന് അവരെ ഏൽപ്പിക്കാൻ പോവുക. നരേന്ദ്രമോദി അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അവിടെ PIB-യിൽ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ വക്താവാണ്. അല്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ സമ്മേളനം കഴിഞ്ഞാലും ഉടൻ തന്നെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം ഉണ്ടായിരുന്നു. പുള്ളി അത് നിർത്തി. എന്നിട്ട് പുള്ളി ഈ പണിയെല്ലാം വീതിച്ചു കൊടുക്കുക, കംപ്ലീറ്റ് ഇവർക്ക് വീതിച്ചു കൊടുത്തു. അപ്പം ഈ 2 ആഴ്ച കൊണ്ട് പുള്ളി 3 കാര്യങ്ങളിൽ നേട്ടം കൊയ്തു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യം. 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, അയാളൊരു പ്രൊഫഷണലാണ്, ഒരു ടെക്നോക്രാറ്റാണ്. അയാളൊരു പരമ്പരാഗത സംഘി നേതാവല്ല എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തു. വളരെ പ്രൊഫഷണൽ ആവുക എന്ന് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രീയത്തിൽ. അപ്പോൾ അതുകൊണ്ടുള്ള അയാൾ ഗുണം ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ, രാജ്മോഹൻ ഈ കേവലം BJP-ക്കാരെ മാത്രമല്ല അയാൾ ലക്ഷ്യം വെക്കുന്നത്. BJP-ക്കാരെ അയാൾ കൃത്യമായി സംഘടനാ സംവിധാനം കൺട്രോൾ ചെയ്ത്
ഗ്രൂപ്പൊക്കെ തകർത്ത് അയാൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. 2, അയാൾ പ്രൊഫഷണലാണ് എന്ന് പറഞ്ഞ് അയാൾക്ക് യുവാക്കളടക്കം പൊതുമേഖലയിലുള്ള ആളുകളെയൊക്കെ അയാളുടെ ഒരു രൂപം. അപ്പം കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവായി അയാൾ മാറിക്കഴിഞ്ഞു. അതാണ് ആദ്യത്തെ കാര്യം. 2ാമത്തേത്, അയാൾ ഒരു മതേതര മുഖം ഉണ്ടാക്കി. ഈ ട്രഡീഷണൽ കുറിതൊട്ട സംഘി വേഷം മാറ്റി കഴിഞ്ഞ ഇലക്ഷൻ മത്സരിക്കാൻ വന്നപ്പോഴാണോ സ്വന്തം ജാതി എന്താണെന്നുള്ള അദ്ദേഹം തിരിച്ചറിയുന്നത്. അപ്പം അങ്ങനെ ഒരു വേഷം കെട്ടികൾ ചെയ്തെന്താണെന്നറിയോ രാജ്ഭവൻ, ഈ മുനമ്പം പ്രശ്നം ആണല്ലോ ആദ്യം ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ മുനമ്പം പ്രശ്നം അവിടുത്തെ പ്രിഡോമിനൻ്റ്ലി അവിടുത്തെ ക്രിസ്ത്യാനികളുടെ പ്രശ്നമാണ്. അപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ പ്രശ്നമായ ഈ മുനമ്പം പ്രശ്നത്തിൽ റിസൾട്ട് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഇയാളാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ ഷോൺ ജോർജ് ആയിരുന്നു ഇതിനെ പുറകെ പോയിരുന്നത്. പക്ഷേ ഷോൺ ഈ ഓപ്പറേഷൻ മുഴുവൻ നടത്തിയിരുന്നതും പ്രധാനമന്ത്രിയെ കണ്ടതും ഈ കിരൺ റിജിജുവിനെ കണ്ടതും എല്ലാം ഈ രാജീവ് ചന്ദ്രശേഖരാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരായിരുന്നു നേരത്തെ മുതൽ ഒരു ചുക്കാൻ പിടിച്ചിരുന്നത്. അപ്പം ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ആ വഖഫ് ബില്ല് വന്നപ്പോൾ, ഇത് ക്രിസ്ത്യാനിയുടെ പ്രശ്നമാണ് പരിഹരിച്ചത്. യഥാർത്ഥത്തിൽ വഖഫ് വിഷയത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു പ്രശ്നം പരിഹരിച്ചെന്ന തരത്തിൽ ഇയാൾക്കൊരു മതേതര മുഖം വന്നു. ഈ ക്രൈസ്തവ പിന്തുണയുള്ള നേതാവ്, പ്രൊഫഷണലായിട്ടുള്ള നേതാവ്, ഞങ്ങളുടെ വിഷയം മനസ്സിലാക്കുന്ന നേതാവ് എന്നുള്ളൊരു മതേതര മുഖം. മൊത്തത്തിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ സംസാരിക്കുന്നതുമില്ലല്ലോ. കൃത്യമായിട്ട് തനിക്ക് പറയാനുള്ള കാര്യം മാത്രമേ അവിടെ എല്ലാം അദ്ദേഹം പറയുന്നുള്ളൂ. പൊട്ടിത്തെറിക്കുന്നില്ല, ഒന്നുമില്ല. സുരേഷ് ഗോപി കാണിക്കുന്ന പോലെ എന്താണ്, മനസ്സില്ല, സൗകര്യമില്ല, അതിര് കിടക്കുന്നു. അല്ല, ഗസ്റ്റ് ഹൗസിൽ, എറണാകുളം ഗസ്റ്റ് ഹൗസ് തന്നെ, അവിടെ ആരും കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എനിക്ക് സുരേഷ് ഗോപിയോട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ, വളരെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. സുരേഷ് ഗോപി വളരെ ആത്മാർത്ഥമായ കാര്യങ്ങളെ കാണും, ഒരുപാട് സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ്, നല്ല ആത്മാർത്ഥമായ കാര്യങ്ങളെ കാണും. പക്ഷേ പുള്ളി ഇപ്പോൾ ഇരിക്കുന്ന ഒരു പദവി എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയുടെ പദവിയാണ്. അപ്പോൾ ആ പദവിയിലിരിക്കുമ്പോൾ പബ്ലിക് അക്കൗണ്ടബിലിറ്റി എന്നൊരു സാധനമുണ്ട്. ഈ അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമായി സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ഇഷ്ടമില്ലാത്ത ചോദ്യമൊക്കെ ഉണ്ടാവും. രാജീവ് ചന്ദ്രശേഖരനെ കണ്ടുപിടിക്കണം, ഒരാളോടും അസ്വാരസ്യം പറഞ്ഞിട്ടില്ല. ഒരാളോടും ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയും. നിങ്ങളുടെ ചാനൽ ഏതാണെന്നോ പത്രം ഏതാണെന്നോ ചോദിക്കുന്ന രീതിയൊന്നുമില്ല. കൃത്യമായി പറയാൻ പറ്റുന്ന ഉത്തരം പറയുന്നത് എല്ലാ വിഷയത്തിലും. ഇപ്പം ഓർഗനൈസർ ലേഖനത്തിന് അത് തെറ്റായതുകൊണ്ടാണല്ലോ പിൻവലിച്ചത്. ഞാനും ഓർമ്മയില്ല, ഇതിൻ്റെ കടലാസ് ഏതാണെന്ന് ചോദിക്കും. പക്ഷെ ഒരിക്കലും അത് അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരിക്കില്ല. നമ്മുടെ ആളാ അല്ലെങ്കിൽ നമ്മുടെ ആളല്ല എന്ന് തമാശയായിട്ട് എടുക്കുള്ളൂ. ഇദ്ദേഹം അല്ലാതെ സിനിമയിൽ ശരിക്കും പൊട്ടിത്തെറിക്കുന്ന ആംഗ്രി യങ് മാൻ എന്നൊക്കെ പറയുമ്പോൾ രീതിയിൽ നിന്ന് സംസാരിക്കുമ്പോഴേ 74 വയസ്സായി. അപ്പോൾ ഈ ഒരു മുനമ്പം വിഷയത്തോടെ 2ാമത്തെ മുഖം, ഒന്ന് യൂത്തിൻ്റെ ഇടയിൽ ഒരാൾക്കൊരു മതേതര മുഖമുണ്ട്, അല്ല മറ്റേ പ്രൊഫഷണൽ ആണെന്നുള്ളതുകൊണ്ട്. 2, ഇയാൾ ഈ ക്രിസ്ത്യൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഇയാളൊരു സെക്കുലറായിട്ട് മുഖമായി. 3, ഈ ഒരു അഴിമതി വിരുദ്ധ മുഖം ഉണ്ടാക്കി. അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ SFI അന്വേഷണം വന്നു, അന്തർധാരയില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അതായത് ഒരു അഴിമതി വിരുദ്ധ മുഖം, BJP ഒരു ഓൾട്ടർനേറ്റീവാണ്, ഞങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കോംപ്രമൈസ് ചെയ്യുന്നില്ല, പിണറായിയുടെ മകളെ തന്നെ ഞങ്ങൾ പിടിച്ച് ജയിലിലിടുന്ന സാഹചര്യം ഒരുക്കിയിരിക്കുന്നു, ഇന്നലെ വരെ നിങ്ങൾക്ക് ഉയർത്തിയ ദേശീയ വിഷയങ്ങൾ പോലല്ല ഇപ്പോഴുള്ളത്, മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി കാട്ടിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുമെന്നുള്ള ഒരു കൃത്യമായ സന്ദേശം അവിടെ വരും. അങ്ങനെ 3 മുഖം അയാൾ ഈ ഒരു കുറച്ച് ദിവസം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പല സുഹൃത്തുക്കളും മാധ്യമരംഗത്തുള്ളവർ തന്നെ പറയാറുണ്ട്, അതോ ഇനി ഏഷ്യാൻ്റെ ഒരു മുഖമൊക്കെ മാറുന്നു. അവിടെ ഒന്നും സംഭവിച്ചില്ല. ഏഷ്യാനൊക്കെ നേരത്തെ എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെ ഭംഗിയായി മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു വലിയൊരു വിഷയമുണ്ട് രാജ്മോഹൻ. അതായത് ഏഷ്യാനെറ്റിൻ്റെ ഉടമയല്ല വാസ്തവത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ. ഇത് പലരും മനസ്സിലാക്കാത്ത കാര്യം. രാജീവ് ചന്ദ്രശേഖരൻ്റെ കാശുണ്ട്. ഈ കാശ് രാജീവ് ചന്ദ്രശേഖരൻ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരിടമാണ് ഏഷ്യാനെറ്റ്. വേറെ റിപ്പബ്ലിക് ടി വിയില്ല. റിപ്പബ്ലിക്കിലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പ്രിന്റ് മീഡിയയിലും ഉണ്ടാവാം, അയാൾക്ക് പലയിടത്തും ഉണ്ടാവാം. അപ്പം അതിൻ്റെ അകത്ത് അയാളുടെ റോള് പരിമിതമാണ്. തിരുവനന്തപുരം ഏഷ്യാനെറ്റ് പുള്ളിക്ക് റൂമില്ല, കസേരയില്ല, ഒന്നുമില്ല. അങ്ങേർക്ക് അവിടെ ചെയർമാനോ MDയോ ഒന്നുമല്ലല്ലോ. ഒന്നുമല്ല, ചെയർമാനോ MDയോ ഡയറക്ടർ ബോർഡിലും ഇല്ല. ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഡയറക്ടർ ബോർഡിൽ അതുമില്ല. അങ്ങേരുടെ കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനി ഈ ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥാവകാശമുള്ള കമ്പനിയുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്പനിക്ക് ലാഭം ഉണ്ടായി ലാഭം കിട്ടും, ഇല്ലെങ്കിൽ അവിടെ കിടക്കും, അത്രേ ഉള്ളൂ. ഈ വിഹിതം അയാൾക്ക് വേണമെങ്കിൽ വിൽക്കാം, അത് വില കൂടി വിൽക്കാം. ഏഷ്യാനെറ്റിൻ്റെ വാല്യൂ കൂടിയാൽ ഇയാൾക്ക് വില കൂടുതൽ കിട്ടും. അപ്പം ഒന്നത്. 2, ഇയാളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് നിറം മാറിയാൽ ഏഷ്യാനെറ്റ് ഡൗൺ ആയി പോകില്ലേ, ക്രെഡിബിലിറ്റി പോയില്ലേ. പിന്നെ അല്ല, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയമുള്ള ഇത്തരത്തിൽ മാധ്യമ ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് കൃത്യം. അദ്ദേഹം പൈസ മുടക്കി അദ്ദേഹം മാറിക്കുന്നു, അതൊക്കെ അവരെ ഇഷ്ടമാണ്, നടത്തിക്കോട്ടെ എന്ന്
വളരെ കുറച്ച് നിലപാട്. അല്ല, ഈ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി CPM ആണ്. ഏറ്റവും സമ്പത്തുള്ള രാഷ്ട്രീയ പാർട്ടിയും CPM ആണ്. അധികാരവും CPM-നാണ്. പക്ഷേ കൈരളി ചാനൽ എന്തുകൊണ്ട് ആരും കാണുന്നില്ല? വളരെ സിമ്പിളായ ചോദ്യമല്ലേ? ഞാൻ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നത് CPM-നാണ്. അവരുടെയിലാണ് ഏറ്റവും കൂടുതൽ പണം ഇരിക്കുന്നത്. പാർട്ടി അംഗങ്ങളുള്ളത്, പാർട്ടി അംഗങ്ങൾ അവരുടെ ഇല്ലായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനൽ ഏതായിരിക്കണം? കൈരളി ചാനലാണ്. പക്ഷേ കൈരളി എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണിൻ്റെ താഴെ ഏറ്റവും താഴെ വരും. എങ്ങനെയാണ്? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പാർട്ടിക്കാർക്ക് പോലും കൈരളി കാണാൻ താല്പര്യമില്ല. അപ്പോൾ ഏഷ്യാനെറ്റ് ഇത് തന്നെയാണ് ജനൻ ടിവിയുടെ അവസ്ഥ. ജനൻ TV ഒരു BJP ലൈനിൽ നിൽക്കുന്ന ചാനൽ എന്ന നിലയിൽ അവരുടെ റാങ്കിങ് താഴെയാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് ഒരു ജനൻ TV ആകാൻ പോയാൽ പഴയ ബാളുവെന്നല്ല അറിയാം, ഉറപ്പല്ലേ? പ്രൊഫഷണൽ അല്ലേ അദ്ദേഹം, അവന് കൃത്യമായിട്ട് പുള്ളി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിനു ശേഷം ഏറ്റവും കുറച്ച് പ്രൊമോട്ട് ചെയ്യുന്നത് ഏഷ്യാനെറ്റ്. അവർ ചർച്ച പോലും നടത്തിയിട്ടില്ല. ആയ ദിവസം എല്ലാ ചാനലും ചർച്ച നടത്തി, അവർ മാത്രം ഏഷ്യാനെറ്റ് വേറെ വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 3 മുഖം ഉണ്ടായിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ ഒരു ക്ലീൻ ഇമേജോടുകൂടി രാഷ്ട്രീയത്തെ ഇറങ്ങിയിരിക്കുന്നു. പാർട്ടിയിൽ കൺട്രോൾ പിടിച്ചിരിക്കുന്നു. ഗ്രൂപ്പ് വൈരം മറന്ന് ആളുകൾ മാറി നിൽക്കുന്നു. മാറി നിൽക്കുന്നവരെല്ലാം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഗ്രൂപ്പ് വൈരമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ രാജീവ് കുറേയധികം പണികൾ ചെയ്യുന്നുണ്ട്, ആരും അറിയാത്ത. ഒന്ന്, ഡെഡ് ലൈൻ കൊടുത്തിരിക്കുകയാണ് 15-ാം തീയതിക്ക് മുമ്പ് ജില്ലാ സംസ്ഥാന ഭാരവാഹികളെ നിയോഗിക്കണം എന്നുള്ളത്. അതിൽ സാധാരണഗതിക്ക് ഈ ജില്ലാ പ്രസിഡന്റുമാർ, ഈ സംസ്ഥാന പ്രസിഡന്റുമാർ ചെയ്യുന്നതിൽ അവരുടെ ശിങ്കിടികളെ കൊണ്ട് എല്ലായിടത്തും, ഉദാഹരണത്തിന് സുരേന്ദ്രൻ്റെ ശിങ്കിടിയായിരുന്നു പത്തനംതിട്ടയിലെ, ഞാൻ പറഞ്ഞു സൂരജ്, ഇവിടുത്തെ രാജേഷ്. അങ്ങനെ സുരേന്ദ്രന് എല്ലായിടത്തും ശിങ്കിടികളുണ്ട്. ഈ ശിങ്കിടികളെ കൊണ്ടാണ് അവിടെ നിന്നുള്ള സാധനം ഫില്ല് ചെയ്യിപ്പിക്കുന്നത്. ഈ ശിങ്കിടിയുടെ കൂടെ നിൽക്കുന്നവരെ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. രാജീവ് ചന്ദ്രശേഖരൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, എനിക്ക് അറിയുകയേ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഭാരവാഹിയുടെ ലിസ്റ്റ് എനിക്ക് തരണം എന്ന് 8-ാം തീയതി 9-ാം തീയതി 10-ാം തീയതിക്ക് മുമ്പ് തരണം. ഇപ്പോൾ ഉദാഹരണത്തിന് പത്തനംതിട്ടയിലെ ആരൊക്കെയാണ് ഭാരവാഹികൾ വേണ്ടെന്നുള്ള കാര്യം ഇയാൾ അറിയിക്കണം. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന് സംസാരിക്കും, ചർച്ച ചെയ്യും, എന്നിട്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തും. അത് കൊള്ളാം. എന്നിട്ട് 15-ാം തീയതിക്ക് മുമ്പ് പ്രഖ്യാപിക്കും. ഒരാഴ്ച പോലും ഇല്ല. അതെ, തീയതി 7 കഴിഞ്ഞില്ലേ? 7 കഴിഞ്ഞു. അതായത് അദ്ദേഹം താഴെ പോയി ഒരാളെ പോലും തിരികെ കയറ്റാൻ നോക്കുന്നില്ല. എന്നിട്ട് എല്ലാവരുടെയും ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യുക. അവൻ പാർട്ടിയോടാണോ താല്പര്യം അതോ ഗ്രൂപ്പിനോടാണോ താല്പര്യം? സ്വന്തം നോമിനി ഇല്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതാ, ഒരു നോമിനിയില്ല, ആരെങ്കിലും കൊണ്ടുവന്നുള്ളൂ. എന്നിട്ട് ഈ 15-ാം തീയതിക്ക് മുമ്പുള്ളി കംപ്ലീറ്റ് കൗൺസിലും ഈ പ്രഖ്യാപനം ഉണ്ടാവും. അപ്പോൾ BJPയിലെ പ്രസിഡന്റ് കഴിഞ്ഞാൽ 4 വലിയ പദവിയാണ് ഉള്ളത്, 4 ജനറൽ സെക്രട്ടറിമാർ. ഇതിൽ ഒരു ജനറൽ സെക്രട്ടറിയെ RSS ഇങ്ങോട്ടെ, അത് അഞ്ചാമത്തെ. ഈ 4 ജനറൽ സെക്രട്ടറി കൂടാതെ ഒരു ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് RSS അയക്കും. ഇപ്പോൾ ആരുമില്ല. ഒരു സുഭാഷ് ഉണ്ടായിരുന്നു, പിന്മാറി. ഈ 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളെ പ്രസിഡന്റിന് ഇഷ്ടമുള്ളവരെ വെക്കാം. അപ്പം പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പക്ഷേ ഷാജൻ സ്കറിയായെ BJPയുടെ ജനറൽ സെക്രട്ടറി ആകാൻ തീരുമാനിച്ചാലും പറ്റും. ഒരാളെ അതിനുള്ള അധികാരമുണ്ട്. അത് പാർട്ടിയുടെ ഭരണഘടനാപരമായ അവകാശം. ഇപ്പോൾ അയാൾ നാളെ എന്നെ ജനറൽ സെക്രട്ടറി ആക്കാൻ തീരുമാനിച്ചു വെച്ചോളൂ, ആർക്കും ചോദ്യം. പ്രസിഡന്റിന്റെ അധികാരത്തിൽപ്പെട്ടതാണ് ഒരാൾ എടുക്കുക എന്നുള്ളത്. ബാക്കി 3 പേരെ ചർച്ച ചെയ്തിട്ടെടുക്കണം. ആ പ്രസിഡന്റിന്റെ കയ്യിൽ തന്നെയാണ്. പക്ഷേ പാർട്ടിയുടെ സീനിയോറിറ്റി, ഈ ഒരാളെ നോക്കാൻ ഒരു സീനിയോറിറ്റിയും വേണ്ട. രാജീവ് ചന്ദ്രശേഖരൻ നാളെ എന്നെ വേണേൽ BJPയുടെ ജനറൽ സെക്രട്ടറി ആക്കാം, രാജ്മോഹനെ വേണേ ആക്കാം, ആരെ വേണേ ആക്കാം. അത് കാരണം കുമ്മൻ രാജശേഖരൻ BJPയുടെ മെമ്പർഷിപ്പ് ഉണ്ടായിട്ടുള്ള പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, പ്രാഥമിക അംഗത്വമില്ലായിരുന്നല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 4 പേരെയും പുള്ളി സെലക്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചാണ്. അവിടെയാണ് നമ്മൾ ക്രിസ്ത്യൻ വിഭാഗത്തെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി ഒരാളെ കൊടുക്കുക. അത് സുരേന്ദ്രനും കൊടുത്തിരുന്നു, ജോർജ് കുര്യനെ ആക്കിയിരുന്നു. ഈ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം ഷോൺ ജോർജ് ഉറപ്പിച്ചിട്ടുണ്ട്. 2, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ആൾക്കൂട്ട സൈക്കോളജി മറ്റുള്ള സ്ത്രീയാണ്, പിന്നോക്ക സമുദായക്കാരിയാണ്. പക്ഷേ അവർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണോ, ദേശീയ തലത്തിൽ എന്തെങ്കിലും പോസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു സംശയം ബാക്കിയുണ്ട്. പിന്നെ 2 എണ്ണത്തിൻ്റെ പേര് പിടിവരെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ ഗോപാലകൃഷ്ണൻ, ബി ഗോപാലകൃഷ്ണൻ, എൻ്റെ ആദർശം, ഇവരൊക്കെ പണ്ട് മുതലേ സീനിയർ നേതാക്കളാണ്. പക്ഷെ അവർക്കൊന്നും ഈ പദവിയൊന്നും ഒരിടത്തേക്ക് എത്തിയില്ല. ഇങ്ങനെ വൈസ് പ്രസിഡൻ്റായിട്ട് നിൽക്കുക ചെയ്യുന്നത്. അപ്പം ഈ ഗോപാലകൃഷ്ണനൊക്കെ പണ്ട് യൂണിവേഴ്സിറ്റി ചെയർമാനൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ തിളക്കം പോയി. അതാണ് സംഭവിച്ചത് കേരളത്തിലെ BJP. പല നേതാക്കന്മാരും കുറച്ചൊന്നും പുറകോട്ട് പോയി. അപ്പോൾ ഈ ഗോപാലകൃഷ്ണനെ എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം പലയിടത്തുനിന്നും വന്നിരുന്നു.
രാജീവ് ചന്ദ്രശേഖർ പരിഗണിക്കുകയും ചെയ്തിരുന്നു. കാരണം ഗോപാലകൃഷ്ണൻ ഈ ടിപ്പിക്കൽ ഈ ഗ്രൂപ്പിൻ്റെ ആവായിട്ട് നിൽക്കുന്ന ആളല്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ആ പൃഥ്വിരാജിൻ്റെ ഭാര്യ അധിക്ഷേപിച്ചത് ഇത് രാജീവ് ചന്ദ്രശേഖരൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. മാത്രമല്ല ശ്രീമതി ടീച്ചറിൻ്റെ കാര്യത്തിലും പോരേണ്ടി വന്നു. അതാണ് അത് രണ്ട് പ്രശ്നം. അപ്പം രാജീവ് ചന്ദ്രശേഖരെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. അത് ഗോപാലകൃഷ്ണന് ശരി ക്ഷീണമായിട്ടുണ്ടെന്ന് തോന്നുന്നു. എം ജി രമേശിനെ എടുക്കണമെന്ന് പലരും പറയുന്നുണ്ട്. എം ജി രമേശ് പക്ഷേ താപ്പാനയാണ്, പഴയ സ്കൂളാണല്ലോ, പഴയ സ്കൂളാണ്, താപ്പാനയാണ്. ഒരു പക്ഷേ എം ജി രമേശിന് പകരം എം ജി രമേശോട് വളരെ അടുപ്പക്കാരനായ സന്ദീപ് വജസ്പതി എടുത്തെന്ന് വരാം. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് ചിലപ്പം, പക്ഷെ എന്നാലും പകരം വെച്ചാൽ മതി. അപ്പം മിടുക്കരായ രണ്ടുപേരെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ തീരുമാനമൊക്കെ പുള്ളി എടുത്തിട്ടുണ്ട്. പുള്ളി ഡൽഹിയിലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആർക്കും അറിയത്തില്ല. ഇപ്പം BJP നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളല്ലേ പറഞ്ഞത്, ആർക്കും അറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ ജയ പത്മകുമാറിൻ്റെ കാര്യം എന്താണ്? അതേ ഒരു സാധുവായ മനുഷ്യനാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ഒരു പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അദ്ദേഹം ഒരു ഒതുങ്ങിയ ആളാണ്, നന്നായിട്ട് നല്ല ധാരണയുള്ള ആളാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ്, സംസ്ഥാന ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വന്നത് ജയ പത്മകുമാറാണ്. പത്മകുമാർ മിടുക്കനാണ്, പക്ഷേ പാവത്താണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നല്ല തിരക്കുള്ള അഭിഭാഷകനാണ് അദ്ദേഹം. അല്ലെങ്കിൽ ചൂടായിട്ട് നിൽക്കണം, ഈ പറയുന്ന തന്ത്രം. അതുപോലെ വക്താവ് എന്ന് പറയുന്ന പോസ്റ്റുണ്ട്. ഈ വക്താവ് എന്ന് പറയുന്ന പോസ്റ്റാണ് BJPയിൽ ചാനൽ ചർച്ചയിൽ പോകുന്നത്. അത് കുറേ പേരുണ്ടാവും വക്താക്കൾ. സന്ദീപ് വാര്യരൊക്കെ വക്താവായിരുന്നു കുറച്ചു കാലം. ഈ വക്താക്കളിൽ ആണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലരോടും ചോദിച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകരോടും ചോദിച്ചിട്ടുണ്ട്. ഈ സുവർണപ്രസാദ് എന്ന് പറഞ്ഞ ഒരു ചെവിദീനി, സുരേന്ദ്രൻ ചെവിദീനി ഒരാളുണ്ട്. അവനായിരുന്നു ഇത് കൺട്രോൾ ചെയ്തിരുന്നത്. അവനായിരുന്നു ഈ സോഷ്യൽ മീഡിയയുടെ ചാർജ്. ചാനലിലേക്ക് ആർക്ക് പോകണമെന്ന് തീരുമാനിക്കാൻ അവനായിരുന്നു. ഇപ്പം നമ്മുടെ ചാനലിനെ ഒരാളെ ആഗ്രഹമുണ്ടല്ലോ, അവൻ തന്നാലേ പറ്റത്തുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ജോർജ് കുര്യൻ അത് ഭംഗിയായി ചെയ്തിരുന്നു. പക്ഷേ ഇവനാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോഴും അവന് ഗ്രൂപ്പിലുണ്ടെങ്കിലും ഇവരുടെ മുകളിൽ കേരള പ്രഭാരി എന്ന പേരിൽ അനൂപ് ആൻ്റണി ജോസഫിനെ വെച്ചു. ഈ അനൂപ് ആൻ്റണി ജോസഫ് മിടുക്കനാണ്, തിരുവല്ലക്കാരൻ. അപ്പോൾ ഈ അനൂപ് ആൻ്റണി ജോസഫാണ് ഇപ്പം സോഷ്യൽ മീഡിയ അവൻ്റെ കീഴിലാക്കി ഈ സുവർണപ്രസാദിനെയൊക്കെ. അല്ല, അവരുടെ മാധ്യമബന്ധങ്ങളുള്ള ആളുകൾ ഇത് വെക്കണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കാരണം അവർക്കറിയില്ല ഏതാണെന്നുള്ള ആരെങ്കിലും ഒരാളുടെ പേരെങ്കിലും. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന കുറേ പിള്ളേരുണ്ടല്ലോ, നമ്മുടെ യുവരാജ് ഗോകുൽ, സന്ദീപ് പ്രഫുൽ കൃഷ്ണൻ ഒരു ടൈപ്പാണ്. അവൻ മഹാ എന്താ പറയുക, അവൻ തരികിടയാണ്. അവനിങ്ങനെ മറ്റേ സുരേന്ദ്രൻ്റെ ശിങ്കിടിയായിട്ട് നടന്നിട്ട് ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവൻ പറഞ്ഞത്, മറുനാടിൻ്റെ ഓഫീസിൽ കയറി ഞാൻ തല്ലിയിട്ട് വരാം, അവനോട് പറഞ്ഞാൽ മതി എന്ന് അവൻ പറഞ്ഞത്. അത്ര ധൈര്യമുള്ളവനാണ് പറഞ്ഞത്. അലവലാതിയാ അല്ല. പക്ഷേ നല്ല പിള്ളേരുണ്ട്. ശിവശങ്കർ, ശ്രീ പത്മനാഭൻ എന്ന് പറഞ്ഞൊരു കക്ഷി നല്ല ധാരണയുള്ള. അപ്പം അങ്ങനെ ഈ BJPയിൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളുകളെ ആയിരിക്കും ഇനി ഇതിലേക്ക് എടുക്കുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നതും. അതുപോലെ ക്രിസ്ത്യൻ വിഷയങ്ങൾ അനൂപും ഷോണും ഉണ്ട്. അപ്പം ഇത്തരത്തിലൊരു മാറ്റം വരുന്നു. അതായത് നേരത്തെ എന്ന് പറഞ്ഞ് ഇവർ ഒരുത്തൻ നന്നായി ഷൈൻ ചെയ്ത് അപ്പം അവനെ ചവിട്ടിപ്പുറത്താക്കും. സന്ദീപ് വാര്യരെ ഒഴിവാക്കിയിരുന്നു. സന്ദീപ് വജസ്പതിയെ ദീർഘകാലം ചാനൽ ചർച്ചയ്ക്ക് വിടത്തില്ലായിരുന്നു. ഒരുത്തൻ ഷൈൻ ചെയ്ത് അവനെ ചവിട്ടുന്നില്ല. അതൊക്കെ മാറ്റി. അതൊന്നുമല്ല രാജ്മോഹൻ, എനിക്ക് വളരെ മതിപ്പ് തോന്നി. ഇന്ന് ഞാൻ ചില നേതാക്കളോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴും തുടങ്ങിക്കഴിഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അത് ജില്ലാ കമ്മിറ്റികളെ ഏൽപ്പിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പുള്ളി ഒരു ഐഡിയ കൊടുത്തിട്ട് ജില്ലാ കമ്മിറ്റി കൊടുത്തിട്ട് മണ്ഡലം കമ്മിറ്റിയിലേക്ക് പോയിട്ട് അവരോടുണ്ടാക്കാൻ പറ്റും. പക്ഷേ നിയമസഭയിലേക്കുള്ള പദ്ധതി പുള്ളി രൂപം കൊടുത്തു തുടങ്ങി. അതിൽ ഒരു 40 സീറ്റ് സെലക്ട് ചെയ്യാനും അതിനെ 2 or 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനും ഈ 40 സീറ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള വർക്കാണ്. എന്നെ ഞെട്ടിച്ച കാര്യം, 40 സീറ്റ് മൊത്തത്തിൽ 140 മണ്ഡലത്തിൽ 40 മണ്ഡലത്തിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ നടത്താൻ തീരുമാനിച്ചു. 40 മണ്ഡലത്തിൽ. ഈ 40 മണ്ഡലത്തിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ BJPക്ക് ഈ പറയുന്ന അനൂപ് ജോസഫോ അല്ലെങ്കിൽ ഷോണോ പോലുള്ള അല്ലെങ്കിൽ ജേക്കബ് ജോർജിനെ പോലുള്ള വിരലിൽ എണ്ണാൻ കഴിയുന്ന ക്രിസ്ത്യൻ നേതാക്കളെ ഉള്ളൂ. അപ്പം അവർക്കൊക്കെ സീറ്റുണ്ട്. ഇപ്പം ജേക്കബ് തോമസിന് എനിക്കൊന്ന് ഇരിങ്ങാലക്കുടയായിരുന്നു, ഇരിങ്ങാലക്കുട ചാലക്കുടി എവിടെയെങ്കിലും അദ്ദേഹത്തിനുണ്ടാവും. അനൂപ് ആൻ്റണി ചെങ്ങന്നൂരുകാരനാണ്, തിരുവല്ലക്കാരൻ. അപ്പോൾ പുള്ളി തിരുവല്ലയിൽ മത്സരിക്കാൻ പദ്ധതി ഇട്ട് അവിടെ വർക്ക് ചെയ്തായിരുന്നു. പക്ഷെ വെട്ടിയതാണ്. ഇത്തവണ പുള്ളിയായിരിക്കും തിരുവല്ലയിൽ മത്സരിക്കാൻ പോകുന്നത്. ഷോൺ ജോർജിനോട് പാലാ വേണോ പൂഞ്ഞാറ് വേണോ ഏത് വേണം എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനോട് ഏത് സീറ്റിലാണോ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ ഏത് സീറ്റാണോ ശോഭാ സുരേന്ദ്രൻ ആഗ്രഹിക്കുന്നത് ആ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തെ സീറ്റുകളിൽ വളരെ ഗൗരവമായി ഇപ്പം നേമവും വട്ടിയൂർക്കാവും ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറേയധികം സ്ഥാനാർത്ഥി, ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ അവർക്ക് ഇല്ലെന്ന് പറഞ്ഞല്ലോ,
അടുത്തൊരു പദ്ധതി ഇട്ടിരിക്കുകയാണ്. ഈ BJPയിലും CPMലും ഉള്ള ജനപ്രിയരായ നേതാക്കന്മാരെ കൊണ്ടുവരാൻ പോവാം, മണ്ഡലം ബേസ് ചെയ്ത്. ക്രൈസ്തവ ഭാഗത്തുപ്പെട്ട എത്രയോ മിടുക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, അവരെ കൊണ്ടുവരാൻ കൊണ്ടുവന്നാൽ മതിയല്ലോ. ഇപ്പം തിരുവമ്പാടി കോഴിക്കോട് അവിടെ അവർ നല്ലൊരു ക്രിസ്ത്യൻ ലീഡറെ തപ്പിയിരിക്കുകയാണ്. അവിടെ സ്വാധീനമുള്ള, പ്രാദേശികമായ സ്വാധീനമുള്ള ഒരു ക്രിസ്ത്യൻ ലീഡർ വന്നാൽ എനിക്ക് സീറ്റ് ഉറപ്പാണ്. അങ്ങനെ ജയിക്കാൻ സാധ്യതയുള്ളവരെ തപ്പി മറ്റു പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ മുഴുവൻ പ്ലേസ് ചെയ്ത് അവരോട് ഇപ്പം തന്നെ പ്രവർത്തിച്ചുറങ്ങാൻ പറയുകയാണ്. അത് നല്ല കാര്യം. ഇത്രയും സമയം ഉണ്ടല്ലോ ഇനി. അതിൽ ഇപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പറയാം, കെ സുരേന്ദ്രനോട് മഞ്ചേശ്വരത്ത് മത്സരിക്കണം, അവിടെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സുരേന്ദ്രൻ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ സുരേന്ദ്രൻ പ്രത്യേകിച്ച് പദവിയൊന്നും ഇല്ലല്ലോ, തേരാപ്പേരം നടക്കണ്ട, അവിടെ പോയി മഞ്ചേശ്വരം ഫോക്കസ് ചെയ്ത്. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം, രാജ്മോഹൻ, ഇവരെല്ലാവരും കൂടെ രംഗത്തിറങ്ങി ഒരുമിച്ച് നിന്നാൽ കുറേ സീറ്റ് ജയിച്ചെന്ന് വരാം. ഉറപ്പല്ലേ? അത് പണ്ട്. പക്ഷേ അവിടെ അപ്പോഴും നമ്മൾ പലപ്പോഴും പറയാനുള്ള ഒരു അപകട സാധ്യതയുള്ള കേരളത്തിൽ അവസാനം തൂക്കസഭയെങ്ങാനും വരുമ്പോൾ സംഭവിക്കാം. ഞാൻ പറഞ്ഞേ CPMന് ഒരു 50-55 സീറ്റ് താഴോട്ട് പോകുമോ? പോകില്ല. അവരിപ്പോഴും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവർക്ക് പ്ലാനുണ്ട്. എന്നാ സംഭവിച്ചാലും CPMന് ഒരു 50-55 സീറ്റ് കിട്ടും. 60 സീറ്റ് വരെ എന്തായാലും കിട്ടും. 72 സീറ്റ് വന്ന് ജയിക്കാൻ വേണ്ടി. അപ്പോൾ ഈ 60 സീറ്റിൽ ഇതിനകത്തൊരു 10-15 സീറ്റ് BJP കൊണ്ടുപോയാൽ തൂക്കുമന്ത്രിസഭ 70 സംഭവിച്ച അതാണല്ലോ. കേരള കോൺഗ്രസ് 20 സീറ്റ് നേടിയ 65 സംഭവം. അത് എങ്ങനെ? ഒറ്റയ്ക്ക് മത്സരിച്ചു. കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു. അവർക്ക് ഇത്രയും സീറ്റ് 20 സീറ്റ് കിട്ടി. ആർക്കും മറ്റു രണ്ടുപേർക്കും ഭൂരിപക്ഷമില്ല. അതാണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ തൂക്കുമന്ത്രിസഭയാവാനാണ് സാധ്യത. BJP കൃത്യമായി പ്ലാൻ ചെയ്ത് 1.5 കൊല്ലം മുമ്പ് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ച് അവരെ കൊണ്ട് കളത്തിലിറക്കിച്ച് അവരെ വളരെ അഗ്രസീവായിട്ട്, അവർക്ക് ഫണ്ടിനൊരു പഞ്ഞമില്ലല്ലോ. അത് കേരള കോൺഗ്രസ് ഒന്ന് ചെയ്തത് അങ്ങനെയാണ്. ഈ കേരളത്തെ ഏറ്റവും മിടുക്കന്മാരാണ് സ്ഥാനാർത്ഥികളാക്കി 65 അവരെല്ലാം ജയിച്ചു വന്നു. അതെ. അപ്പോൾ അങ്ങനെ വരുന്നതോടുകൂടി കേരളത്തിൽ വീണ്ടും തൂക്കുമന്ത്രിസഭ വരാൻ പോവാണ്. ഇത് CPM, ഇത് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല. അവർക്കൊന്നും മനസ്സിലാകും. അവരിത് മനസ്സിലാക്കുന്നില്ല. വളരെ ഞാൻ ഒരു 10 സീറ്റിന് മുതൽ 15 സീറ്റ് വരെ BJP വിജയസാധ്യതയോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? തൂക്കുമന്ത്രിസഭ ഉണ്ടായാൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാവും. അതിനെ എങ്ങനെ മറികടക്കുന്ന പ്രശ്നം ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചാൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത് CPMനായിരിക്കും. കാരണം BJPക്ക് വിജയസാധ്യത ഉണ്ടേ എന്ന് തോന്നിയാൽ കൂട്ടത്തോടെ ഇങ്ങോട്ട് വരും, CPMലേക്ക് ആൾ വരാം. കോൺഗ്രസ് ഇപ്പം പല നേതാക്കന്മാരെ പിടിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, കേരള കോൺഗ്രസ് മാണി ഇടതുമുന്നണി വിട്ട് BJPയുടെ കൂടെ ചേരാം. കാരണം ഈ മാണിയെ സംബന്ധിച്ചിടത്തോളം UDFൽ ചവിട്ടിപ്പുറത്താക്കി UDFലേക്ക് തിരിച്ചു തരാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവിടെ സ്കോപ്പില്ല. കാരണം ജോസഫ് മാണി തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്ഥലത്ത് അവിടെ ഒരേ മുന്നണിയിൽ നിൽക്കാനുള്ള സ്കോപ്പില്ല. അസം BJPയിൽ അവർ വന്നാൽ ക്രൈസ്തവ വോട്ടിങ്ങിനെ കാത്തിരിക്കുന്നതുകൊണ്ട് മാന്യമായ അക്കമഡേഷൻ കിട്ടും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് സംഭവിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട. ജോസ് കെ മാണി രാജ്യസഭ അംഗമാണ്. കേന്ദ്രമന്ത്രി സ്ഥാനം പോലും കിട്ടിക്കൂടായില്ല. അങ്ങനെയാണ്. അതൊന്നും കൊടുക്കത്തില്ല. അതൊന്നും കൊടുക്കത്തില്ല. ഈ അതൊക്കെ BJP എന്ന് പറഞ്ഞാൽ BJPക്ക് അങ്ങനത്തെ ഈ അതൊക്കെ ഇയാൾ കൊടുത്തില്ലോ, തുഷാർ വെള്ളാപ്പള്ളി കൊടുത്തില്ലല്ലോ. തുഷാർ വെള്ളാപ്പള്ളി കൊടുത്തില്ല. രാജേന്ദ്രശേഖർ വെള്ളാപ്പള്ളിയെ പോയി കണ്ടു, സുകുമാരൻ നാരായണൻ പോയി കണ്ടു, ബിഷപ്പ് വരെ പോയി കണ്ടു. എല്ലാവരും അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിബന്ധം അദ്ദേഹം സ്ഥാപിച്ചു. അതൊരു നല്ല പ്രധാനപ്പെട്ട കാര്യം. അല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു തൂക്കുമന്ത്രിസഭ ഉണ്ടാകാനുള്ള സാധ്യതയും കേരള കോൺഗ്രസ് മാണി BJP സഖ്യത്തിലേക്കുള്ള സാധ്യതയും CPMനെ അത് വലിയ തോതിൽ ആഘാതമാവാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞേ, നമ്മൾ വെളിയിൽ കാണുന്നതിനപ്പുറത്തേക്കുള്ളൊരു അടിയൊഴുക്ക് ക്രൈസ്തവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഇല്ല എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞ കണ്ണടച്ചിരിട്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ വഖഫ് ഭേദഗതി നിയമം വലിയൊരു വിജയമായാണ് അവർ കരുതുന്നത്. ഇനി ആകെപ്പാടെ ഒരു പ്രശ്നം കിടക്കുന്നത് മുനമ്പത്ത്, ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നില്ല. ഫലപ്രദമാകുമോ എന്നൊക്കെ സംശയം. അപ്പോൾ അത് ഫലപ്രദമാവും ഇങ്ങോട്ട് ചെയ്താൽ ഇവിടെ കോൺഗ്രസ് തീർന്നെന്ന് പറയേണ്ടി വരും. ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഈ വിഷയം തന്നെ അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പാർലമെൻറ്റ് ഈ വിഷയം വഖഫ് ചർച്ച നടത്തുമ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധി സഭയിലില്ല, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ആഴത്തിൽ പഠിച്ചിട്ട് ഒന്ന് ചർച്ച നടത്തി. രാജ്മാരിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരുമിച്ച് വഖഫ് വിഷയത്തിൽ ഇതിന് അവരുടെ അവകാശം എതിർക്കാനുള്ളതാണ് എന്ന തരത്തിൽ നിൽക്കുമ്പം ഒരിക്കലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വഖഫ് ഭേദഗതി അനുകൂലിക്കാൻ കോൺഗ്രസ് സാധ്യമല്ല. കാരണം ഈ മുസ്ലിം വോട്ടിൻ്റെ പ്രത്യേകത, മുസ്ലിം വോട്ട് ഇല്ലാത്തത് കൊണ്ടാണ്, അത് ഇടതുപക്ഷത്തിന് പോയതുകൊണ്ടാണ് കഴിഞ്ഞ തോറ്റുപോയത്.
അപ്പം അൻവറെ കൊണ്ടുള്ള ഏക ഗുണമെന്ന് പറയുന്നത് മുസ്ലിം വോട്ടർമാരെ കളിപ്പിക്കുകയായിരുന്നു പിണറായി എന്നവർക്ക് ബോധ്യമായി. അപ്പം ഈ മുസ്ലിം വോട്ടിനെ ഒരുമിച്ച് നിർത്തി കൂടെ നിർത്തിയാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ. ക്രിസ്ത്യൻ വോട്ട് കുറച്ച് പോയാലും പോട്ടെ എന്നുള്ള ഒരു കണക്കൂട്ടാവും. അതുകൊണ്ടാണ് ഇവരിങ്ങനെ അഗ്രസീവ് സ്റ്റാൻഡ്. ഞാൻ ഈ പല നേതാക്കളോടും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർക്കറിയാം അവരൊക്കെ ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ ഈ 3-4 വകുപ്പുകൾ അപകടമാണെന്ന് വിശ്വസിക്കുന്നത്. പക്ഷേ അവർക്ക് പരസ്യമായി പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ്. അവർക്ക് പരസ്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, അടുത്ത നിയമസഭയിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു തൂക്കുമന്ത്രിസഭയുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. കാരണം BJP പഴയ ഐറ്റമൊക്കെ മാറി വലുതായിട്ട് ശക്തി പ്രാപിക്കുന്നു. 10-12 സീറ്റ് വരെ പിടിച്ചെന്ന് വരാം. അത്തരത്തിലുള്ള തന്ത്രങ്ങൾ അവർ ഉന്നയിച്ചു. നല്ലൊരു പ്രൊഫഷണലെ നയിക്കാനുണ്ട് നല്ല പ്രൊഫഷണൽ. അതുകൊണ്ട് കേരളത്തിൽ ഇനി തൂക്കുമന്ത്രിസഭ വരുന്ന കാലം വരാൻ പോകുന്നു. നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അറിയാൻ. നമസ്കാരം, നന്ദി.